ക്രിസ്ത്യാനിറ്റി പറയുന്ന ഒറ്റ കാര്യമാണ്, മനുഷ്യന്റെ പാപത്തിനു വേണ്ടി യേശു മരിച്ചു. ശരിയാണ്, മനുഷ്യന്റെ പാപത്തിനു വേണ്ടി യേശു മരിച്ചേ. പക്ഷേ പലരുടെയും കാഴ്ചപ്പാടിൽ നമ്മളോട് ക്ഷമിക്കുവാൻ ദൈവത്തിന് തടസ്സമായി എന്തോ ഉണ്ടായിരുന്നു. യേശുവിന്റെ മരണം ആ തടസ്സം നീക്കിയെന്നാണ്. ഒരിക്കലുമല്ല. നിങ്ങളോട് ഒരു തെറ്റൊരാൾ ചെയ്താൽ നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടേ ക്ഷമിക്കൂ എന്ന് വാശിയുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾക്കില്ല എങ്കിൽ സ്വർഗസ്ഥനായ ദൈവം ഒട്ടുമില്ല. ആദം പാപം ചെയ്തപ്പോൾ ദൈവത്തിന് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റാണ്. അതുകൊണ്ട് യേശുവിന്റെ മരണം അതിനാവശ്യമായിരുന്നു. നെവർ നെവർ. ദൈവത്തിന് നമ്മളോട് ക്ഷമിക്കാൻ, അൺകണ്ടീഷണലായി ക്ഷമിക്കാൻ സർവശക്തനായ ദൈവത്തിന് പ്രത്യേകിച്ച് ഒരു കാര്യവും ആവശ്യമില്ല. പക്ഷെ ദൈവം നമ്മളോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടാൻ, നമുക്ക് തിരിച്ചറിയാൻ ഒരു യാഗം ആവശ്യമായിരുന്നു. എത്ര പേർക്ക് മനസ്സിലായി എനിക്കറിയത്തില്ല. ഒന്നുകൂടെ പറയാം. ദൈവത്തിന് ക്ഷമിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് റീസൺ ഒന്നും വേണ്ട. അവൻ അൺകണ്ടീഷണലായിട്ട് ക്ഷമിക്കുന്ന ദൈവമാണ്. അങ്ങനെയല്ലേ? എൻ്റെ യേശു കർത്താവ് തന്നോട് തുപ്പിയവരെയും തന്നോട് മോശം പറഞ്ഞവരെയും തന്നെ ഉപദ്രവിച്ചവരെയും ക്ഷമിക്കാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. യേശു പറഞ്ഞു, പിതാവേ ഇവരോട് ക്ഷമിക്കണേ, ഇവർ ചെയ്യുന്നത് ഇവർക്ക് അറിയത്തില്ല. ദാറ്റ്സ് ഓൾ. ഞാൻ എൻ്റെ അടുത്ത വീട്ടുകാർ എൻ്റെ അടുത്ത് എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ അവനോട് ക്ഷമിക്കാൻ വേണ്ടി 2 കോഴിയെ നീ അറുക്കട എന്നാണ് ക്ഷമിക്കാന്ന് പറയത്തില്ല. ജസ്റ്റ് ഫോർഗീവ്, ക്ഷമിക്കൂ. ക്ഷമ എന്ന് പറയുന്നത് എന്തെങ്കിലും ഡിമാൻഡ് ചെയ്ത് ക്ഷമിക്കുന്ന ക്ഷമയാണോ? ഒരിക്കലുമല്ല. എനിക്കൊരാൾ 5000 രൂപ തരാനുണ്ട്, നീ 5000 രൂപ തിരിച്ചു തരണം, നിനക്ക് തരാൻ കഴിവില്ലെങ്കിൽ വേറൊരു തരണം, തന്നാ ഞാൻ ക്ഷമിച്ചു. എന്തു ക്ഷമയാ? ദാറ്റ് ഈസ് നോട്ട് ഫോർഗീവ്നെസ്. അത് ക്ഷമയല്ല. ഇന്ന് പലപ്പോഴും ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുന്ന ക്ഷമ ഇങ്ങനെയാണ്: എനിക്കും നിങ്ങൾക്കും ദൈവത്തോട് പാപം ചെയ്തു, നമ്മൾ പാപത്തിൽ വീണു, ശരി, സന്തോഷം. പാപത്തിൽ വേണം, നമുക്ക് പാപത്തിന് പരിഹാരം ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു, നമുക്ക് പകരമായി അത് യേശു പാപത്തെ എടുത്ത് അടിക്കെല്ലാം കൊണ്ടു, അതുകൊണ്ട് ദൈവം ക്ഷമിച്ചു. എന്ന് വെച്ചാൽ പാപം ക്ഷമിക്കാൻ ദൈവത്തിന് ഈ യാഗം ആവശ്യമായിരുന്നു എന്നുള്ള രീതിയിൽ ദൈവം ഏതോ ഒരു ദുഷ്ടരെ പോലെ ദൈവത്തിന് ക്ഷമിക്കണമെങ്കിൽ ഇത് കിട്ടിയേ പറ്റൂ എന്ന് വാശി പിടിക്കുന്ന ഒരു ഡിക്റ്റേറ്റർ പോലെയാണ് പലരും പ്രസംഗിക്കുന്നത്. ദൈവത്തിന് ക്ഷമിക്കാൻ ഒരു യാഗത്തിന്റെ ആവശ്യമില്ല. അപ്പോൾ ചിലർ ചോദിക്കും, അയ്യോ രക്തച്ചൊരിച്ചിലില്ലാതെ വിമോചനമില്ലെന്നാണല്ലോ എന്ന് ദൈവം പറഞ്ഞില്ല. മനുഷ്യന്റെ ഹൃദയമാണ് ഡിമാൻഡ് ചെയ്തത്. രക്തം ചൊരിയണം എങ്കിലേ എനിക്കൊരു വിടുതലുള്ളൂ എന്ന് മനുഷ്യന്റെ ഹൃദയം ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ വരാൻ ജനം മടിച്ചപ്പോൾ ദൈവം അവർക്ക് യാഗങ്ങളെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഈ യാഗങ്ങൾ ദൈവത്തിന്റെ മനസ്സ് മാറ്റാനായിരുന്നില്ല. അങ്ങനെയെങ്കിൽ ഇവരുടെ ദുർമനസാക്ഷി മാറാൻ, അവരുടെ ഹൃദയങ്ങളിൽ ഒരു മാറ്റമുണ്ടായി, ദൈവത്തിന്റെ സന്നിധിയിൽ വരുവാൻ അവർക്ക് ധൈര്യം ഉണ്ടാകുവാനായി ദൈവം അവർക്ക് യാഗങ്ങളെ സെറ്റ് ചെയ്ത് കൊടുത്തു. ആ യാഗം അവർ കഴിക്കുമ്പോൾ ആ യാഗം അവരുടെ മനസാക്ഷിയെ മാറ്റാനായിരുന്നു. ഇന്ന് ദൈവം എന്നോട് പ്ലീസ്ഡ് ആണ്, ദൈവത്തിന് എന്നോട് ദേഷ്യമൊന്നുമില്ല. ദൈവത്തിന് ഓൾറെഡി ദേഷ്യമൊന്നുമില്ല. ആദാം പാപം ചെയ്തപ്പോഴേ ദൈവം ഓക്കെയാണ്. ദൈവം അന്ന് വൈകുന്നേരം ആദാമിനെ കൂടെ നടക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ ആദാമിന്റെ മനസാക്ഷി, ദുർമനസാക്ഷി സമ്മതിച്ചില്ല. ഞാൻ പാപിയാണ്, ഞാൻ കൊള്ളരുതാത്തവനാണ്, ഞാൻ നഗ്നനാണ്. ദൈവം ചോദിച്ചു, ആദാം എന്നോട് ആരാ പറഞ്ഞേ? ആദാമിന്റെ മനസാക്ഷി പറഞ്ഞു താൻ നഗ്നനാണെന്ന്. ആ മനസാക്ഷിയെ മാറ്റുവാനാണ് ദൈവം ആദാമിന് ഒരു ഉടുപ്പ് തുന്നിക്കൊടുത്തു. ഒരു യാഗം കഴിച്ചു, ഒരു ഉടുപ്പ് തുന്നിക്കൊടുത്തു. ഒരു മൃഗത്തെ അറുത്ത് ആ തോലെടുത്ത് അണിയിച്ചു. ദൈവത്തിന് വേണ്ടിയാണോ? ഒരിക്കലുമല്ല. ആദാമിന്റെ നഗ്നത ദൈവത്തിന് ഒരു ബുദ്ധിമുട്ടേ ആയിരുന്നില്ല. ദൈവം എങ്ങനെ മറഞ്ഞു നിന്നില്ല. ദൈവം പറഞ്ഞു, ആദാമേ വാ, അടുത്തു വാ. പക്ഷെ ആദാം പറഞ്ഞു, ഇല്ല ഞാൻ വരില്ല. ഇല കൊണ്ട് മറച്ചു നിന്നിട്ട് ആദാം പറയുവാണ്, ഞാൻ നഗ്നനാണ്. ദൈവത്തിന്റെ അടുത്ത് വരുന്നതിൽ നിന്നും ആദാമിനെ തടഞ്ഞത് ദൈവമല്ല, ആദാമിന്റെ മനസാക്ഷിയാണ്. പക്ഷെ ആദാമിന്റെ മനസാക്ഷി മാറണമെങ്കിൽ ആദാമിന്റെ പുറത്തുള്ള ഉടുപ്പ്, ഇല കൊണ്ടുള്ള ഉടുപ്പ് പോരാ, നല്ലൊരു സ്ട്രോങ് ഒരെണ്ണം വേണം. അത് ആര് ഡിമാൻഡ് ചെയ്തു? ദൈവമല്ല, ആദാം ഡിമാൻഡ് ചെയ്തു. ആദാം പറഞ്ഞു, ഞാൻ നഗ്നനാണ്, നഗ്നനാണ്. ഈ മനസാക്ഷിയെ മാറ്റാൻ ദൈവം ഒരു മൃഗത്തെ കീറി ആ ഉടുപ്പ് അണിയിച്ചു. അപ്പോൾ മനസ്സിലായി. ആദാം പറഞ്ഞു, ഇനി എനിക്ക് ചെറുതായിട്ടൊക്കെ ദൈവസന്നിധിയിൽ പോകാനുള്ള ധൈര്യം ഉണ്ടായി. എന്നാൽ യേശുവിന്റെ രക്തം, വചനം പറയുന്നു, നിങ്ങളുടെ ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങൾ തളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ ഹൃദയത്തിലല്ല, ദൈവത്തിന് മാറ്റമില്ല. അവൻ എന്നും എന്നേക്കും അനന്യനാണ്. അവന്റെ ഹൃദയത്തിന് മാറ്റം വരുത്താൻ നമുക്ക് കഴിയത്തില്ല. മാറ്റം എവിടെ ഉണ്ടായേ? നമ്മുടെ ഹൃദയത്തിലാണ്. ആ മാറ്റം യേശുവിന്റെ രക്തം നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്നു. നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കത്തില്ല, നിന്റെ പാപങ്ങൾ എന്നേക്ക് കഴുകിയിരിക്കുന്നു, നിന്നെ വെടിപ്പാക്കിയിരിക്കുന്നു. ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു വാ. ഹല്ലേലൂയ. യേശുവിന്റെ ഈ ഭൂമിയിലുള്ള മരണം, യേശുവിന്റെ ക്രൂശ് മരണം, യേശുവിന്റെ രക്തം, ഇതൊന്നും ദൈവം ഡിമാൻഡ് ചെയ്തതല്ല, മനുഷ്യന്റെ ഡിമാൻഡായിരുന്നു. അവനെ ക്രൂശിക്കാൻ നിലവിളിച്ചത് മനുഷ്യനാണ്.
ഒരിക്കലും ദൈവമല്ല. വചനം പറയുന്നു ഗോഡ് വാസ് ഇൻ ക്രൈസ്റ്റ്. ദൈവം ക്രിസ്തുവോട് കൂടെ ആ ക്രൂസിൽ മനുഷ്യരെ തന്നോട് നിരപ്പിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന് ഇങ്ങോട്ട് നിരപ്പല്ല, നമുക്കാണ് ദൈവത്തോട് പ്രശ്നമുണ്ടായിരുന്നത്. നമ്മുടെ ഹൃദയത്തിലെ ദൈവത്തോടുള്ള ഒഫൻസിനെ മാറ്റാനാണ് യേശുവിന്റെ മരണം. പലപ്പോഴും ഗോസ്പൽ ട്വിസ്റ്റ് ചെയ്തു. ദൈവത്തിന് എന്തോ ആവശ്യം പോലെയാണ് പലരും പ്രസംഗിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവം ഒരു ഡിക്റ്റേറ്ററാണ്, ദൈവം രക്തം കണ്ടാലേ ക്ഷമിക്കൂ. അത് ഏത് ദൈവമാണെന്ന് എനിക്ക് അറിയത്തില്ല. ക്രിസ്ത്യാനികൾ പലപ്പോഴും അങ്ങനെ വിചാരിച്ചിരിക്കുന്നത് യേശു രക്തം കണ്ടപ്പം കലിയടങ്ങിയ ഒരു ദൈവം. അത് പല മതങ്ങളും പ്രസംഗിക്കുന്നുണ്ട് അങ്ങനെയല്ല ദൈവത്തെ. എൻ്റെ കർത്താവ് അങ്ങനെയല്ല, എൻ്റെ ദൈവം അങ്ങനെ ഒരു ദൈവമല്ല. എൻ്റെ ദൈവം രക്തദാഹിയല്ല, എൻ്റെ ദൈവം രക്തം നൽകുന്ന ദൈവമാണ്. തൻ്റെ രക്തത്തെ മനുഷ്യന് വേണ്ടി കൊടുക്കുവാൻ മടിക്കാത്തൊരു ദൈവം, അതാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. രക്തം ഡിമാൻഡ് ചെയ്തിട്ട് പാവങ്ങളെ ക്ഷമിക്കുന്ന ഒരുപാട് ദൈവങ്ങൾ ഇന്ന് ലോകത്ത് കാണാൻ പറ്റും. അതുപോലെ ഒന്നിനാക്കി ക്രിസ്ത്യാനിയെ മാറ്റി. ഇന്ന് പലരും പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ചോദിച്ചു നോക്കിയേ, എന്തിനു വേണ്ട യേശു രക്തം ചിന്തിയേ? ദൈവത്തിന്റെ കോപത്തെ അണയ്ക്കാൻ. പ്രിയരെ, വചനം പറയുന്നു ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. ദൈവം ലോകത്തെ അത്യധികമായി സ്നേഹിച്ചു, തന്റെ പുത്രനെ നൽകി. നമ്മൾ അവനെ ക്രൂശിച്ചു. അതാ പത്രോസ് പറയുന്നത്, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം ഉയർപ്പിച്ചു. ദൈവം ക്രൂശിച്ചല്ല, നമ്മൾ ക്രൂശിച്ച. മതം, ഈ ലോകത്തിലെ മതങ്ങൾ ക്രൂശിച്ച. നിങ്ങൾ ഇന്ന് യേശുവിനെ കുറിച്ച് പറയുകയും സന്തോഷം, ആ പിതാവിന്റെ സ്നേഹത്തെ പറയുകയും ചെയ്യുമ്പോൾ ഈ ലോകത്തിലെ മതങ്ങൾ നിങ്ങൾ ക്രൂശിക്കാൻ തുടങ്ങും. നിങ്ങൾ പിതാവായ ദൈവത്തെ ഒരു രക്തദാഹിയായി വരച്ചു കാട്ടിൽ ആർക്കും വിഷമമില്ല, ആർക്കും കുഴപ്പമുണ്ടാകത്തില്ല. പക്ഷേ ആ ദൈവം യേശുവിനെ ക്രൂശിച്ചില്ല, നിങ്ങളാണ് ക്രൂശിച്ചെന്ന് ലോകത്തോട് പറയുമ്പോൾ ലോകത്തിന് ഇഷ്ടപ്പെടത്തില്ല. സത്യം അതാണ്. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അവനെ ക്രൂശിച്ചു. ഹല്ലേലൂയ. പക്ഷെ ദൈവമോ അതിനെ നന്മയ്ക്കാക്കി മാറ്റി. ദൈവം രക്തം ചോദിച്ചില്ല, ദൈവം ക്രൂശും മരണം ഡിമാൻഡ് ചെയ്തില്ല, മനുഷ്യൻ ഡിമാൻഡ് ചെയ്തു. ആ വലിയ തിന്മയെ സ്വർഗത്തിലെ ദൈവം നന്മയ്ക്കാക്കി മാറ്റി. അതാണ് എൻ്റെ ദൈവത്തിൻ്റെ ഗുഡ്നസ്, അതാണ് ദൈവത്തിൻ്റെ വലിപ്പം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ ഏത് മെസ്സിനെയും, ഏത് മോശം അവസ്ഥയും നന്മയ്ക്കാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. എന്ന് വെച്ചാൽ ജീവിതത്തിൽ വരുന്ന എല്ലാ മെസ്സും എല്ലാ മോശം അവസ്ഥയും ദൈവം നൽകുന്നു എന്നല്ല. നമ്മുടെ ജീവിതത്തിൽ മോശം അവസ്ഥ വരുമ്പോൾ അതിന് നന്മയ്ക്കാക്കി മാറ്റുന്ന ഒരുവനാണ് എൻ്റെ ദൈവം. യേശുവിനെ രക്തം കണ്ട് ക്ഷമിക്കുന്ന ഒരു ദൈവമല്ല, അവൻ സ്നേഹവാനായ ദൈവമാണ്. അവന് ക്ഷമിക്കാൻ വേണ്ടി ഒരു മുട്ടായിയുടെ കാര്യം പോലും വേണ്ട. പക്ഷേ എൻ്റെ ദൈവം ക്ഷമിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ പറയും നഗ്നത. പക്ഷെ നമ്മുടെ മനസാക്ഷിയെ ക്ലെൻസ് ചെയ്യുവാൻ, നമ്മുടെ മനസാക്ഷിയെ കഴുകുവാൻ, വെടിപ്പാക്കുവാൻ, ദൈവസന്നിധിയിൽ പോകാൻ നമുക്ക് ധൈര്യം ഉണ്ടാകുവാൻ യേശുവിന്റെ രക്തം നമ്മുടെ ഹൃദയങ്ങൾ തളിക്കേണ്ടതായി വന്നു. നമ്മൾ ഡിമാൻഡ് ചെയ്തു, ദൈവം അത് നൽകുവാൻ തയ്യാറായി. രണ്ട് തരത്തിലുള്ള കാഴ്ചപ്പാടായി പോയി പലർക്കും. യേശു ഒരു പാവം, ദൈവം ഒരു ഭയങ്കരൻ. പാവം പുത്രനായ യേശു, രക്തദാഹിയായ ഒരു പിതാവ്. എൻ്റെർലി രണ്ട് ധ്രുവത്തിലായിപ്പോയി. ആരോട് പ്രാർത്ഥിക്കും, ആരെ നോക്കും, കൺഫ്യൂഷൻ. ആർക്കും ഒരു ക്ലാരിറ്റി ഇല്ല. പ്രിയരെ, യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു.